കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി മേഘ്ന ചേരുന്നുണ്ട്. മേഘ്ന, കോഴിക്കോട് ജില്ലയിലും ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ മഴ സാഹചര്യം? ഇതാ ഇന്ന് ജില്ലയിൽ യെല്ലോ മുന്നറിയിപ്പാണ്. കാലാവസ്ഥയും അന്തരീക്ഷവും ഒക്കെ കണ്ടിട്ട് മഴ പെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ മഴ പെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിൽ കുറച്ച് ദിവസങ്ങളായി മഴ വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. മലയോര മേഖലയിൽ പെയ്യുന്ന ഒറ്റപ്പെട്ട മഴ ഒഴിച്ചു നിർത്തിയാൽ മഴ പെയ്തിട്ടേ ഇല്ല എന്ന് വേണം പറയാൻ. ഇന്നും ജില്ലയിലെ ഒരു കാലാവസ്ഥയൊക്കെ നോക്കുമ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ ഇതുവരെ മഴ പെയ്തിട്ടില്ല. അതിൽ ഈ മഴ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കോർപ്പറേഷനും തദ്ദേശ ഭരണകൂടത്തിനുമടക്കം ഈ മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കമുള്ള ഈ ഡ്രെയിനേജ് വൃത്തിയാക്കുന്നത് അടക്കമുള്ള അടിയന്തര പ്രവർത്തികളൊക്കെ ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ്. മാത്രമല്ല ജില്ലയിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. അതിൽ കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ശക്തമായ ഒരു മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് വിനോദത്തിനും മറ്റുമായി ബീച്ചിലും കടലിലും പോകുന്നതുമൊക്കെ കർശനമായും നിയന്ത്രിക്കണമെന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കടൽക്ഷോഭം ഉണ്ടാകുന്ന പ്രദേശങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടൽക്ഷോഭം ഉണ്ടാവുന്നത് മാനിച്ചുകൊണ്ട് പലരെയും വീടുകളിൽ നിന്നും മറ്റും മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ 1.5 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ തന്നെ കോഴിക്കോട് ജില്ല നഗരം വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല കനത്ത നാശനഷ്ടം, ആദ്യം തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന ജില്ലയായിരുന്നു കോഴിക്കോട്. അങ്ങനെ മലയോര മേഖലകളിലടക്കം കനത്ത നാശനഷ്ടം ഉണ്ടാകുന്ന വീടുകളൊക്കെ തകരുന്ന ഒരു സാഹചര്യം കൂടി ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു മുൻകരുതലാണ് ഇപ്പോൾ ജില്ലയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. വ്യാപകമായ നാശനഷ്ടം ഉണ്ടാകുമ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളും ഇനി ദുരിതം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വീടുകൾ തകരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിനായി സ്കൂളുകളും മറ്റും ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി മാറ്റാനുള്ള പ്രവർത്തികളും ഒക്കെ സജ്ജമാണ്. സ്കൂളുകളെ അതിനെ സജ്ജമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതായത് മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ നഗരത്തിലെ വെള്ളക്കെട്ടുകളൊക്കെ തന്നെയാണ്. അതായത് കാൽനട യാത്രക്കാർക്ക് പോലും ദുരിതമാകുന്ന രീതിയിൽ ഗതാഗത സൗകര്യം അടക്കം മുടങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു വെള്ളക്കെട്ട് ജനങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതിനൊത്ത സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ പകർച്ചവ്യാധികൾ, ഈ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന ഈ മഴയിൽ ഒരു പകർച്ചവ്യാധികളും വ്യാപകമാകുന്നുണ്ട്. പനി അടക്കമുള്ള രോഗങ്ങളായി സർക്കാർ ആശുപത്രികളെ മാത്രം സമീപിക്കുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല ഡെങ്കിപ്പനിയും ഷിഗല്ലയും മഞ്ഞപ്പിത്തവും മലേറിയയും അടക്കമുള്ള രോഗങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് നിപ്പ പ്രതിരോധം, അതും ജില്ലയിൽ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ മഴക്കാലം എത്തുന്നതോടുകൂടി മഴ ഇനി തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിന് വേണ്ട എല്ലാ പ്രവർത്തികളും സജ്ജീകരണങ്ങളും ജില്ലയിൽ സുസജ്ജമാവുകയാണ്. ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും കുറച്ചധികം ദിവസമായി ജില്ലയിൽ മഴ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ശരി മേഘ്ന.